കുറേ നാൾ മുമ്പേ മനസ്സിൽ ആഗ്രഹിച്ചൊരു റെസിപ്പിയാണ് ഇന്നിത് എൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതിൻ്റെ സമയമായി എന്ന് തോന്നുന്നു. അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് പംകിൻ സീഡ്. അത് നമുക്ക് പാക്കറ്റ് വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ വെളുത്ത എള്ളാണ്. പിന്നെ കുറച്ചധികം കടല നമ്മുടെ വറുത്തിട്ട് അതും റോസ്റ്റ് ചെയ്തിട്ടുള്ള കടലയാണ്. പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ്. അപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. അണ്ടിപ്പരിപ്പ് വളരെ കുറച്ചേ ഉള്ളൂ, കാരണം എൻ്റെ കയ്യിലുള്ളതൊക്കെ തീർന്നു. അത് നമ്മൾ കൊണ്ടുവന്ന സമയത്തേ ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ചതാണ്, അത് മറന്നുപോയേ. അങ്ങനെ നമ്മൾ ഇതൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സിയിലിട്ട് അടിക്കുകയാണ്. അതിൽ പംകിൻ സീഡും നമ്മുടെ വെളുത്ത എള്ളും മാത്രം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിൽ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലാസ്റ്റിലാണ് നമ്മൾ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡേറ്റ്സ് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിൽ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ എള്ളും അതുപോലെ റോസ്റ്റഡ് പംകിൻ സീഡും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നമുക്ക് കഴിക്കുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പംകിൻ സീഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ കൈവച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെന്ന് വെച്ചാൽ ഒരു 6-7 മാസത്തോളം നമുക്ക് ധാരാളം ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. കാരണം നോർത്ത് സൈഡിലുള്ളവരാണ് കൂടുതൽ ഇത് ഉണ്ടാക്കി കഴിക്കുന്നത്. നല്ല ഹെൽത്തി ഐറ്റംസ് ആണ് കേട്ടോ. നമ്മളിതിൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഒരു പഞ്ചസാരയോ ഒന്നും മധുരത്തിനൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ്, അതാണ് ഞാൻ പറയുന്നത്, കുറച്ച് അധികം ഇട്ട് കൊടുക്കണമെന്ന്. അതിൻ്റെ ആ ഒരു മധുരം മാത്രം ഇതിനുള്ള കേട്ടോ. അതിലോട്ട് നമ്മൾ 2 സ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ഒന്ന് ഉരുളയാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇതുപോലെ ഒരു ചില്ലുകുപ്പിയിൽ പൊടി മാത്രം ഇട്ടിട്ട് ഓരോ സ്പൂണോളം കഴിച്ചാലും മതി. പിന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ കയ്യിൽ കൊടുക്കാൻ പറ്റുന്നത് ഇതുപോലെ ലഡു പോലെ ഉണ്ടയാക്കിയിട്ട് വെക്കുന്നതാണ്. അതിനുള്ള അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് കുട്ടികൾക്കൊക്കെ ഒരു കൗതുകം തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭരണിയിലിട്ട് സൂക്ഷിച്ചാൽ ഇത് സ്നാക്സ് ബോക്സിലായാലും നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. അത്രയ്ക്ക് ഹെൽത്തിയാണ്. പിന്നെ ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൽ നമ്മളിത് സൂക്ഷിക്കാൻ പാടില്ല. ഇതുപോലെ ചില്ലുകുപ്പിയിൽ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.